വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കി മൂന്നാർ ന്യൂ നഗറിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. ന്യൂനഗറിലെ ന്യൂ ശക്തി വിനായക ക്ഷേത്രത്തിലാണ് ശനിയാഴ്ച പുലർച്ചെ ഭണ്ഡാര മോഷണം പോയത്. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ പരാതിയെ തുടർന്ന് മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ കുണ്ടള സ്വദേശി 20-കാരനായ ഗൗതം പിടിയിലാകുന്നത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മൂന്നാർ ന്യൂ നഗറിലെ ശക്തി വിനായകൻ ക്ഷേത്രത്തിൽ ഭണ്ഡാരം മോഷണം പോയത്. ക്ഷേത്രത്തിനകത്തെ വാതിൽ തകർത്ത് ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു. വരാനിരിക്കുന്ന ക്ഷേത്രോത്സവത്തിനായി നീക്കിവെച്ച നേർച്ചപ്പണമാണ് കള്ളൻ മോഷ്ടിച്ചത്. 10,000-ത്തിലധികം രൂപ മോഷണം പോയി. ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയെ തുടർന്ന് മൂന്നാർ CI രാജൻ കെ അരമനയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ SI അജീഷ് കെ ജോൺ അന്വേഷണം ആരംഭിച്ചു. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളൻ ഭണ്ഡാരമായി ഓടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി ഗൗതം പോലീസിന്റെ പിടിയിലായത്. മൂന്നാർ ന്യൂ നഗറിലെ ഹോം സ്റ്റേയിലെ ജീവനക്കാരനാണ് പിടിയിലായ ഗൗതം. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിൽ ഭണ്ഡാരത്തിലെ ചില്ലറ തുട്ടുകൾ മാത്രം കണ്ടെടുത്തു. ബാക്കിയുള്ള തുക പ്രതി ചിലവാക്കിയതായി പോലീസ് പറഞ്ഞു. MG നഗറിന് സമീപത്തുള്ള പൊന്തക്കാട്ടിലെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും ഭണ്ഡാരം കണ്ടെടുത്തു. മൂന്നാർ പ്രിൻസിപ്പൽ SI അജീഷ് കെ ജോൺ, SI സുരേഷ് KR, പോലീസുകാരായ ധോണി ചാക്കോ, ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മൈത്രി അഡ്വർടൈസിംഗും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടികൾ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. സെപ്റ്റംബർ 13 ആരംഭിച്ച ഓണക്കൂട്ടായ്മ 2024-22 വരെ തുടരും.